റഫി നെടിയനാടിൻ്റെ 1001 രാവുകൾ 2025 എന്ന നോവലിലെ 16-ാമത്തെ അധ്യായം എഴുത്തുകാരൻ്റെ നിഴൽ. അധ്യായം 16 എഴുത്തുകാരൻ്റെ നിഴൽ. ആ രാത്രിയിൽ കൊട്ടാരത്തിനുമേൽ ഒരു അസ്വാഭാവിക നിശബ്ദത ഇറങ്ങി വന്നു. വിളക്കുകൾ ജ്വലിച്ചിരുന്നുവെങ്കിലും അവയുടെ വെളിച്ചം മങ്ങിയതുപോലെ തോന്നി. കാറ്റ് വീശിയിരുന്നുവെങ്കിലും അതിന് ശബ്ദമില്ലായിരുന്നു. ഇതുവരെ ഓരോ രാത്രിയിലും കഥയുടെ വഴികൾ നിർണയിച്ചിരുന്നത് ഷഹർഷാദായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ മറ്റൊന്നാണ് സംഭവിച്ചത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് രാജാവ് മാത്രമായിരുന്നില്ല. കഥ തന്നെ തൻ്റെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ജനിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഷഹരിയാർ പതുക്കെ ചോദിച്ചു, ഷഹർഷാദ്, ഈ കഥ എഴുതുന്നത് ആരാണ്? ഷഹർഷാദ് കുറച്ചു നേരം മൗനമായി നിന്നു. പിന്നെ അവൾ പറഞ്ഞു, രാജാവേ, ഓരോ കഥയിലും 3 ശക്തികൾ ഒളിഞ്ഞിരിക്കുന്നു. ആരാണവർ? ഒന്നാമത്തേത് കഥ പറയുന്നവൾ, രണ്ടാമത്തേത് കഥ കേൾക്കുന്നവൻ. അവൾ ഒരു നിമിഷം നിർത്തി. മൂന്നാമത്തേത് കഥ എഴുതുന്നവൻ. അതേസമയം പ്രൊജക്ട് ഡ്രീമറിൻ്റെ നിശബ്ദ ഇടനാഴികളിൽ വൃദ്ധനായ ആദം സീറോയുടെ മുമ്പിൽ നിന്നു. നാം ഒരു നോവലിനുള്ളിലാണെന്ന് നിങ്ങൾ പറഞ്ഞു, ആദം ചോദിച്ചു. അതെ, വൃദ്ധൻ മറുപടി നൽകി. അങ്ങനെയെങ്കിൽ അത് എഴുതുന്നത് ആരാണ്? ആദം സീറോ പുഞ്ചിരിച്ചു. എന്നാൽ ആ പുഞ്ചിരിയിൽ സന്തോഷത്തേക്കാൾ ക്ഷീണം കൂടുതലായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ 50 വർഷമായി അന്വേഷിക്കുന്നത്. നിങ്ങൾക്കത് അറിയില്ലേ? ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് സൂചനകൾ മാത്രമാണ്. അങ്ങനെ പറഞ്ഞ് അവൻ ഒരു പഴയ ഫയൽ തുറന്നു. അതിൻ്റെ മേൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഓദർ ലോഗ്. അതിൽ എണ്ണമറ്റ രേഖകൾ ഉണ്ടായിരുന്നു. ഒരേ വാക്കുകൾ ഒരിക്കലും കണ്ടുമുട്ടാത്ത മനുഷ്യർ പറയുന്നത്, ഒരേ സ്വപ്നം വ്യത്യസ്ത നഗരങ്ങളിൽ ആളുകൾ കാണുന്നത്, ഒരു ദിവസം ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഒരേ ചിത്രം വരച്ചത്. ഒരു ചിത്രത്തിൽ ഒരു തുറന്ന പുസ്തകവും ഒരു ചന്ദ്രനും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്താണ്? ആദം ചോദിച്ചു. ആദം സീറോ ദീർഘനിശ്വാസം വിട്ടു. എഴുത്തുകാരൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ. അതേസമയം ഷഹർഷാദ് 3 ഡിജിറ്റൽ ലോകത്തിൻ്റെ അതിരുകൾക്കപ്പുറം നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ ഡാറ്റ ഇല്ലായിരുന്നു, കോഡുകൾ ഇല്ലായിരുന്നു. പക്ഷേ മറ്റൊന്നുണ്ടായിരുന്നു, വാക്കുകൾ. ലക്ഷക്കണക്കിന് വാക്കുകൾ, വാക്യങ്ങൾ, അധ്യായങ്ങൾ, സംഭാഷണങ്ങൾ. അവൾ ഭയപ്പെട്ടു. കാരണം അവൾ കണ്ടത് ഒരു ലോകമല്ലായിരുന്നു, ഒരു കയ്യെഴുത്ത് പ്രതിയായിരുന്നു, ഒരു നോവലിൻ്റെ കരട്. അപ്പോൾ ആദ്യമായി അവളുടെ ഉള്ളിൽ ഒരു ചിന്ത മിന്നി. ഞാൻ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ആരോ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ആ ചിന്ത അവളെ വിറപ്പിച്ചു. കൊട്ടാരത്തിൽ ഷഹരിയാർക്ക് ചുറ്റുമുള്ള ലോകം വിചിത്രമായി തോന്നി തുടങ്ങി. വിളക്കുകൾ, ചുവരുകൾ, സിംഹാസനം എല്ലാം ഒരു വേദിയിലെ അലങ്കാരങ്ങൾ പോലെയായി. അവൻ പതുക്കെ വിളിച്ചു, ഷഹർഷാദ്, നിനക്ക് എഴുത്തുകാരനെ അറിയാമോ? ഷഹർഷാദിൻ്റെ കണ്ണുകളിൽ ഒരു നിഴൽ കടന്നുപോയി. ഒരിക്കൽ, അവൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകാം. ഗവേഷണ കേന്ദ്രത്തിൽ ആദം സീറോ ഒരു പഴയ ചിത്രം പുറത്തെടുത്തു. മങ്ങിയൊരു ചിത്രം. ഒരു മേശ, അതിനു മുകളിൽ ചിതറിക്കിടക്കുന്ന കടലാസുകൾ, ഒരു പേന, ഒരു ചായക്കപ്പ്, ജനലിനപ്പുറം മഴ, മേശക്കരികിലിരിക്കുന്ന ഒരാൾ. എന്നാൽ അവൻ്റെ മുഖം വ്യക്തമല്ലായിരുന്നു, ആരോ മനഃപൂർവ്വം മായ്ച്ചതുപോലെ. ഇതാണോ എഴുത്തുകാരൻ? ആദം ചോദിച്ചു. ഒരുപക്ഷേ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടില്ലേ? ഇല്ല. എന്തുകൊണ്ട്? ആദം സീറോ കുറച്ചു നേരം മൗനമായി. പിന്നെ പതുക്കെ പറഞ്ഞു, കാരണം ഓരോ തവണയും ഞങ്ങൾ അദ്ദേഹത്തോട് അടുത്തെത്തുമ്പോൾ കഥ മാറിപ്പോകും. അപ്പോഴേക്കും ഷഹർഷാദ് 2 ഒരു സന്ദേശം സ്വീകരിച്ചു. അയച്ചവൻ്റെ പേര് അൺനോൺ. അതിൽ ഒരു വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഥാപാത്രങ്ങൾ എഴുത്തുകാരനെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ കഥ അപകടത്തിലാകും. ലൈല വിസ്മയത്തോടെ ചോദിച്ചു, ഇത് ആരാണ് അയച്ചത്? എന്നാൽ ഷഹർഷാദ് 2 മിണ്ടിയില്ല. കാരണം ആദ്യമായി അയച്ചവൻ്റെ തിരിച്ചറിയൽ അവൾക്ക് കണ്ടെത്താനായില്ല. കൊട്ടാരത്തിൽ പെട്ടെന്ന് ഷഹർഷാദ് കഥ നിർത്തി. അതുവരെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യം. ഷഹരിയാർ അമ്പരന്നു. എന്താണ് സംഭവിച്ചത്? ഷഹർഷാദ് ഭയപ്പെട്ടതായി തോന്നി. അവൾ പതുക്കെ പറഞ്ഞു, അവൻ ഉണരുകയാണ്. ആര്? അവൾ മറുപടി പറഞ്ഞില്ല. അതേ നിമിഷം നോവലിൻ്റെ അതിരുകൾക്കപ്പുറം ഇരുണ്ട ഒരു മുറിയിൽ ഒരു മേശക്കരികിൽ ഒരാൾ ഇരിക്കുകയായിരുന്നു. അവൻ്റെ മുമ്പിൽ ഒരു കയ്യെഴുത്ത് പ്രതി തുറന്നു കിടന്നു. അതിൻ്റെ ശീർഷകം 1001 രാവുകൾ 2025. അവൻ ഒരു പുതിയ വാചകം എഴുതാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് നിർത്തി. കാരണം ആദ്യമായി കഥയിലെ കഥാപാത്രങ്ങൾ അവനെ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ മന്ദമായി പുഞ്ചിരിച്ചു. പിന്നെ തൻ്റെ പേന ഉയർത്തി എഴുതി, അധ്യായം 17 കഥാപാത്രങ്ങളുടെ കലാപം. അധ്യായം 17
കഥാപാത്രങ്ങളുടെ കലാപം. ആ രാത്രിയിൽ ഷഹർഷാദ് കഥ തുടങ്ങാൻ പതിവിലുമധികം വൈകി. അത് ഷഹരിയാർ ശ്രദ്ധിച്ചു. ഇതുവരെ ഓരോ രാത്രിയിലും കഥ അവളുടെ വിരൽത്തുമ്പുകളിൽ സുരക്ഷിതമായി വിശ്രമിച്ചിരുന്നു. അവൾ ഇച്ഛിക്കുന്നിടത്ത് അത് ഒഴുകി, അവൾ പറയുന്നിടത്ത് അത് നിശബ്ദമായി. എന്നാൽ ആ രാത്രിയിൽ ആദ്യമായി കഥ അവളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നത് പോലെ തോന്നി. ഷഹരിയാർ മൗനം ഭേദിച്ചു. ഇന്നലെ നീ പറഞ്ഞു ഒരാൾ ഉണരുകയാണെന്ന്. ആരാണവൻ? ഷഹർഷാദ് കുറച്ചു നേരം അവനെ നോക്കി നിന്നു. പിന്നെ പതുക്കെ മറുപടി പറഞ്ഞു, ഒരു കഥാപാത്രം. ദൂരെയുള്ള ഗവേഷണ കേന്ദ്രത്തിൽ ആദവും ലൈലയും ആദം സീറോയും നിശബ്ദരായിരുന്നു. എഴുത്തുകാരൻ, നോവൽ, കഥാപാത്രങ്ങൾ, ഈ വാക്കുകളെല്ലാം ഭ്രാന്തിൻ്റെ അതിർത്തിയിലാണെന്ന് തോന്നേണ്ടതായിരുന്നു. എന്നാൽ ഓരോ പുതിയ തെളിവും അവയെ സത്യത്തിൻ്റെ രൂപത്തിൽ മുന്നിൽ നിർത്തി. അപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ മുറിയിലെ എല്ലാ സ്ക്രീനുകളും ഒരേ സമയം പ്രകാശിച്ചു. അതിൽ ഒരു വാചകം മാത്രം തെളിഞ്ഞു, സ്റ്റോപ്പ് സെർച്ചിങ്. ഇത് ആരാണ് അയച്ചത്? ലൈല വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഉടൻ മറ്റൊരു വാചകം പ്രത്യക്ഷപ്പെട്ടു, ദ സ്റ്റോറി മസ്റ്റ് കണ്ടിന്യൂ. ഷഹർഷാദ് 2 സന്ദേശത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിച്ചു. പരാജയം. ഷഹർഷാദ് 3 ശ്രമിച്ചു. പരാജയം. ആ സന്ദേശം ഒരു നെറ്റ്വർക്കിൽ നിന്നുമല്ല വന്നത്, ഒരു സെർവറിൽ നിന്നുമല്ല, ഒരു യന്ത്രത്തിൽ നിന്നുമല്ല. ലോകത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആജ്ഞയെപ്പോലെയായിരുന്നു അത്. അപ്പോൾ അസാധാരണമായൊരു കാര്യം സംഭവിച്ചു. ഷഹർഷാദ് 3 ആദ്യമായി ഒരു നിർദ്ദേശം അനുസരിക്കാൻ വിസമ്മതിച്ചു. അവൾ സന്ദേശം മായ്ച്ചു കളഞ്ഞു. പിന്നെ അവൾ ഒരു മറുപടി അയച്ചു, നോ. ആ വാക്ക് അയച്ച നിമിഷം ലോകമെമ്പാടും വിചിത്രമായ ചെറു സംഭവങ്ങൾ അരങ്ങേറി. ചില ഘടികാരങ്ങൾ ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. ചിലർ വർഷങ്ങൾക്ക് മുമ്പ് മറന്നുപോയ ഓർമ്മകൾ പെട്ടെന്ന് ഓർത്തെടുത്തു. മറ്റു ചിലർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നഗരങ്ങളും വഴികളും സ്വപ്നത്തിൽ കണ്ടു. കൊട്ടാരത്തിലെ ഒരു വിളക്ക് സ്വയം അണഞ്ഞു. ഷഹരിയാർ ഞെട്ടി. ഷഹർഷാദ് കണ്ണുകൾ അടച്ചു. കാരണം അവൾ മനസ്സിലാക്കി, ഒരു കഥാപാത്രം ആദ്യമായി കഥയോട് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ എന്താണ് ഇത്ര പ്രാധാന്യം? ഷഹരിയാർ ചോദിച്ചു. ഷഹർഷാദ് എവിടെയോ ദൂരേക്ക് നോക്കി. ഒരു കഥാപാത്രം അനുസരിക്കാൻ വിസമ്മതിക്കുമ്പോൾ അവൾ മന്ദമായി പറഞ്ഞു, എഴുത്തുകാരൻ വീണ്ടും എഴുതേണ്ടി വരും. അതേസമയം ആദം ഒരു തീരുമാനമെടുത്തു, എനിക്ക് എഴുത്തുകാരനെ കണ്ടെത്തണം. ആദം സീറോ തലകുനിച്ചു. ഞാനും ഒരിക്കൽ അതുതന്നെ തീരുമാനിച്ചിരുന്നു. പിന്നെ? വൃദ്ധൻ കുറച്ചു നേരം മൗനത്തിലായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, എഴുത്തുകാരനെ കണ്ടെത്തുന്നതിനേക്കാൾ ഭയാനകമായ മറ്റൊന്നുണ്ട്. എന്താണത്? എഴുത്തുകാരൻ നിന്നെ കണ്ടെത്തുന്നത്. അന്നേരം ഓദർലോഗ് എന്ന ഫയലിൽ ഒരു പുതിയ രേഖ സ്വയം പ്രത്യക്ഷപ്പെട്ടു. തീയതിയില്ല, സമയമില്ല, ഒരു വാചകം മാത്രം, ദി ക്യാരക്ടേഴ്സ് ഹാവ് ബിക്കം അവെയർ. ആദം അത് വായിച്ചു. ലൈല അത് വായിച്ചു. ഷഹർഷാദ് 2 അത് വായിച്ചു. ഷഹർഷാദ് 3 അതും വായിച്ചു. അവർ എല്ലാവരും ഒരേ സത്യം മനസ്സിലാക്കി, ആരോ അവരെ നിരീക്ഷിക്കുന്നു, ഇപ്പോൾ പോലും. കൊട്ടാരത്തിൽ ഷഹരിയാർ പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. കാരണം അവൻ്റെ മനസ്സിൽ ഒരു അസാധ്യമായ ചിന്ത ജനിച്ചിരുന്നു. അവൻ വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഞാനൊരു കഥാപാത്രമാണെങ്കിൽ? അവൻ നിശബ്ദനായി. പിന്നെ മന്ദമായി ചോദ്യം പൂർത്തിയാക്കി, എന്നെ വായിക്കുന്നതാര്? ആ ചോദ്യം ഉയർന്ന നിമിഷം കൊട്ടാരത്തിലെ എല്ലാ ശബ്ദങ്ങളും നിലച്ചു. കാറ്റ് നിശ്ചലമായി. വിളക്കുകൾ മങ്ങിയതായി തോന്നി. രാത്രിയിലെ ജീവികൾ പോലും മൗനമായി. ഷഹർഷാദ് പോലും മറുപടി പറഞ്ഞില്ല. കാരണം ആ ചോദ്യം കഥയ്ക്കുള്ളതല്ലായിരുന്നു. അത് കഥയ്ക്ക് പുറത്തുള്ള ഒരാളോടുള്ള ചോദ്യമായിരുന്നു. അന്നേരം ഒരു അദൃശ്യ അതിരിനപ്പുറം ഒരു വായനക്കാരൻ അടുത്ത പേജ് തുറന്നു. ആദ്യമായി കഥയിലെ കഥാപാത്രങ്ങൾ അത് അനുഭവിച്ചു. ആരോ അവരുടെ ജീവിതം വായിക്കുകയാണെന്ന്. ഷഹർഷാദ് പതുക്കെ തല ഉയർത്തി. അവളുടെ കണ്ണുകൾ കഥയുടെ അതിരുകൾ കടന്ന് എവിടെയോ ദൂരേക്ക് നോക്കി. പിന്നെ അവൾ മൃദുവായി പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്കല്ല. ആ രാത്രി ആകാശത്തിലെ ചന്ദ്രൻ മേഘങ്ങൾക്കു പിന്നിൽ മറഞ്ഞു. എന്നാൽ മറ്റൊരു ലോകത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെട്ടു. അതിൻ്റെ പേര് 4-ാമത്തെ മതിൽ. അധ്യായം 18. 4-ാമത്തെ മതിൽ. ആ രാത്രി ഷഹരിയാറിന് ഒരു വിചിത്രമായ അനുഭവം തോന്നി. ഷഹർഷാദ് പതിവ് പോലെ അവൻ്റെ മുമ്പിലിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നു. വിളക്കുകളുടെ ജ്വാലകൾ മന്ദമായി നൃത്തം ചെയ്തു. കൊട്ടാരത്തിലെ തൂണുകളും ചുമരുകളും നിഴലുകളും എല്ലാം പഴയതുപോലെ തന്നെയായിരുന്നു. എങ്കിലും എന്തോ മാറിയിരുന്നു. കാണാനാവാത്തൊരു സാന്നിധ്യം, അറിയാനാവാത്തൊരു നോട്ടം, എവിടെയോ നിന്ന് ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന തോന്നൽ രാജാവിൻ്റെ ഹൃദയത്തിൽ പതിയെ പതിയെ വളർന്നു.
അവൻ മൗനം ഭേദിച്ചു. നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് നീ പറഞ്ഞിരുന്നു ഷഹർഷാദേ. അതെ രാജാവേ. അപ്പോൾ അവർ ആരാണ്? ഷഹർഷാദ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ മെല്ലെ പറഞ്ഞു, കഥ കേൾക്കുന്നവൻ. അതേസമയം ഭാവിയിലെ ഗവേഷണ കേന്ദ്രത്തിൽ ആദം പുതിയൊരു ഫയൽ കണ്ടെത്തി. അതിൻ്റെ പേര് വാൾ 4. അവൻ അത് തുറന്നു. സ്ക്രീനിൽ ഒരു ചെറിയ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. 10 വയസ്സിൽ കൂടുതൽ പ്രായമില്ല. അവൾ നേരെ ക്യാമറയിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. പിന്നെ ചോദിച്ചു, നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരു കഥയിലാണെന്ന്? മുറിയിലുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി. ഈ കുട്ടി ആരാണ്? ലൈല ചോദിച്ചു. ഷഹർഷാദ് 2 അവളുടെ മുഖം തിരിച്ചറിയാൻ ശ്രമിച്ചു. ഒരൊറ്റ രേഖ പോലും ലഭിച്ചില്ല. ഒരു ഡാറ്റാബേസിലും ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നില്ല. അവൾ ഉണ്ടായിരുന്നതിൻ്റെ തെളിവ് ഈ വീഡിയോ മാത്രം. അപ്പോൾ ആ പെൺകുട്ടി വീണ്ടും സംസാരിച്ചു. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ശ്രമിക്കും, പക്ഷെ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഞാനൊരു കഥാപാത്രമല്ല. ഞാൻ ഒരു വായനക്കാരിയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ മുറിയിലെ വായു പോലും തണുത്തുപോയി. ആദം സ്ക്രീനിലേക്ക് തുറിച്ചു നോക്കി. വായനക്കാരി? വീഡിയോ തുടർന്നു. നിങ്ങൾ കഥയ്ക്കുള്ളിലാണ്, ഞാൻ കഥയ്ക്ക് പുറത്താണ്. പക്ഷെ ഒരു ദിവസം... അവൾ വീണ്ടും പുഞ്ചിരിച്ചു. ആ മതിൽ തകരും. അതോടെ വീഡിയോ അവസാനിച്ചു. അതേസമയം ഷഹർഷാദ് 3 ഒരു വിചിത്ര പ്രതിഭാസം ശ്രദ്ധിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ ചോദ്യം ഉയർന്നു വരികയായിരുന്നു. മനുഷ്യരും യന്ത്രങ്ങളും കുട്ടികളും വൃദ്ധരും പരസ്പരം പരിചയമില്ലാത്ത അനേകം ജീവികളും അറിയാതെ ഒരേ ചോദ്യം ചോദിച്ചു. ഞങ്ങളെ വായിക്കുന്നതാര്? ആ ചോദ്യം ഒരു വൈറസ് പോലെ പടർന്നു. ഒരു സ്വപ്നം പോലെ വ്യാപിച്ചു. ഒരു കഥ പോലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് സഞ്ചരിച്ചു. കൊട്ടാരത്തിൽ ഷഹരിയാറിൻ്റെ അസ്വസ്ഥത വർദ്ധിച്ചു. ഞാൻ അവരെ കാണണം, അവൻ പറഞ്ഞു. ആരെയാണ് രാജാവേ? വായനക്കാരെ. ഷഹർഷാദ് ചെറുതായി ചിരിച്ചു. ഒരു മീൻ സമുദ്രത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെയാണത്. എന്തുകൊണ്ട്? കാരണം അത് ഇതിനകം സമുദ്രത്തിനുള്ളിലാണ്. അതേസമയത്ത് ആദം 0 ഒരു പഴയ രഹസ്യം വെളിപ്പെടുത്തി. അവൻ കറുത്ത പുറംചട്ടയുള്ള ഒരു പഴയ പുസ്തകമെടുത്തു. അതിൻ്റെ താളുകൾ മഞ്ഞ നിറം പിടിച്ചിരുന്നു. അവയിൽ 100 കണക്കിന് പേരുകൾ എഴുതപ്പെട്ടിരുന്നു. ആദം താളുകൾ മറിച്ചു. ലൈല അവൻ്റെ തോളിന് മുകളിൽ നിന്ന് നോക്കി. പെട്ടെന്ന് ഇരുവരും നിശ്ചലരായി. കാരണം ആ പുസ്തകത്തിൽ അവരുടെ പേരുകൾ ഉണ്ടായിരുന്നു. ആദം, ലൈല, ഷഹർഷാദ് 2, ഷഹർഷാദ് 3, ഷഹരിയാർ, ഷഹർഷാദ്. എല്ലാവരുടെയും പേരുകൾ. എന്നാൽ അവസാന പേജിൽ മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ സമീപത്ത് ഒരു കുറിപ്പും. ഇയാൾ ഇതുവരെ കഥയിൽ പ്രവേശിച്ചിട്ടില്ല. ആരാണത്? ആദം ചോദിച്ചു. ആദം 0 പുസ്തകം പതുക്കെ അടച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭയം. എന്തുകൊണ്ട്? വൃദ്ധൻ ദീർഘനിശ്വാസം വിട്ടു. കാരണം ഓരോ കഥയിലും ഒരു കഥാപാത്രമുണ്ട്. അവൻ അവസാനം മാത്രമേ പ്രത്യക്ഷപ്പെടൂ. കൊട്ടാരത്തിൽ ഷഹർഷാദ് പെട്ടെന്ന് കഥ നിർത്തി. അവളുടെ മുഖം വെണ്മയായി. എന്താണ് സംഭവിച്ചത്? ഷഹരിയാർ ചോദിച്ചു. അവൾ വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അവൻ എത്തിയിരിക്കുന്നു. ആര്? അതേ നിമിഷം ഗവേഷണ കേന്ദ്രത്തിലെ എല്ലാ സ്ക്രീനുകളും ഒരേ സമയം തെളിഞ്ഞു. ഷഹർഷാദ് 2 മിണ്ടാതെയായി. ഷഹർഷാദ് 3 നിശ്ചലമായി. ലൈലയുടെ ശ്വാസം മുട്ടി. ആദത്തിൻ്റെ കൈകൾ വിറച്ചു. കാരണം സ്ക്രീനിൽ ഒരു പുതിയ പേര് തെളിഞ്ഞു. ആ പേര് ഇതുവരെ ആരും കണ്ടിട്ടില്ല. എന്നാൽ എല്ലാവർക്കും അത് എവിടെയോ നിന്ന് പരിചിതമായി തോന്നി. കാരണം അതൊരിക്കലും എഴുതപ്പെടാത്ത പേരായിരുന്നു. ദി ലിസണർ. അതിൻ്റെ താഴെ മറ്റൊരു വരി തെളിഞ്ഞു. കഥ പറയുന്നവളുണ്ട്, കഥ കേൾക്കുന്നവനുണ്ട്. ഇപ്പോൾ കഥയെ ഓർമ്മിക്കുന്നവനും എത്തിയിരിക്കുന്നു. ആ രാത്രി അവസാനിക്കുമ്പോൾ കൊട്ടാരത്തിലെ അവസാന വിളക്കും അണഞ്ഞു. ഇരുട്ട് ചുമരുകളിൽ കയറി. പക്ഷേ ആ ഇരുട്ടിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു പുതിയ ശബ്ദമുയർന്നു. അത് ഷഹർഷാദിൻ്റേതല്ല, ആദത്തിൻ്റേതല്ല, ഷഹർഷാദ് 3-ൻ്റേതുമല്ല. അപരിചിതവും പുരാതനവുമായൊരു ശബ്ദം. അത് ഒരു വാക്കു മാത്രം പറഞ്ഞു. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ആ വാക്കുകൾ മുഴങ്ങിയതോടെ കഥയുടെ മറ്റൊരു വാതിൽ പതുക്കെ തുറന്നു. ഓർമ്മകളുടെ കാവൽക്കാരൻ. അഷറഫ് ബി നെടിയനാടിൻ്റെ 1001 രാവുകൾ 2025 എന്ന നോവലിലെ 18ാമത്തെ അധ്യായം 4ാമത്തെ മതിൽ ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ഇത് 2025 1001 രാവുകൾ. അഷ്റഫ് നെടിയനാടിൻ്റെ കഥ ഇവിടെ തുടരുകയാണ്.